ഹായ് ഫ്രണ്ട്സ്, സാപ്പിണിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും ഈ ഒരാഴ്ച ഇനിയുള്ള അടുത്ത ദിവസങ്ങളിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും സീരീസുകളും ഒക്കെ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ഹനുമാൻ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് നോക്കാം. ഹനുമാൻ എന്ന് പറഞ്ഞ സിനിമയുടെ തെലുങ്ക് വേർഷനും ഹിന്ദി വേർഷനും ഒക്കെ അതിന് മുമ്പേ തന്നെ റിലീസ് ചെയ്തതാണ്. പലരും കമന്റ് ബോക്സിൽ ഇങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു ഇതിൻ്റെ തമിഴ് മലയാളം ഭാഷകളൊക്കെ എന്നാണ് റിലീസ് ചെയ്യാന്നുള്ളത്. ഇതുവരെ ഒരു അപ്ഡേറ്റ് ആരും പുറത്തു വിട്ടില്ല, ഒരു OTT പ്ലാറ്റ്ഫോം പുറത്തു വിട്ടിട്ടില്ലായിരുന്നു. ഇപ്പം ഒഫീഷ്യലായിട്ട് ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. Disney+ Hotstar ആണ് ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വിട്ടിട്ടുള്ളത്. ഹനുമാൻ്റെ തമിഴ് മലയാളം കന്നഡ ഭാഷകളായിട്ട് ഏപ്രിൽ മാസം 5-ാം തീയതി Disney+ Hotstar വഴി റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റാണ് അവരിപ്പോൾ പുറത്തു വിട്ടിട്ടുള്ളത്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്ത സിനിമയാണ് ഹനുമാൻ എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ OTT തിയേറ്ററിൽ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഹിന്ദിയും അതുപോലെ തന്നെ തെലുങ്കും OTT റിലീസ് ചെയ്തിരുന്നു. ആ ഒരു ഫയൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അടുത്തത് ലവർ എന്ന് പറഞ്ഞ സിനിമയാണ്. മണികണ്ഠൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. Disney+ Hotstar ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. Disney+ Hotstar വഴി ഈ സിനിമ മാർച്ച് മാസം 27-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അതായത് മറ്റന്നാൾ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അടുത്ത മലയാളത്തിലുള്ളൊരു സിനിമയാണ്. റാഹിൽ മകൻ കോര എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. മാർച്ച് മാസം 27-ാം തീയതിയാണ്. അടുത്തത് റെസ്റ്റ് ഇൻ പീസ് എന്ന് പറഞ്ഞൊരു സ്പാനിഷ് ത്രില്ലർ മൂവിയാണ്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ മാർച്ച് മാസം 27-ാം തീയതി റിലീസ് ചെയ്യുന്നുണ്ട്. മൾട്ടി ലാംഗ്വേജിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു സിനിമ. അടുത്തതും ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട തെലുങ്ക് മൂവിയാണ്. എം ചെസ്തുനാവു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ETV വിൻ വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. മാർച്ച് മാസം 28-ാം തീയതിയാണ്. അടുത്തത് ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് സിനിമയാണ്. സുന്ദരം മാസ്റ്റർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴി ഒരു സിനിമ മാർച്ച് മാസം 28-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഹേർട്ട് ഓഫ് ദ ഹണ്ടർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ മാർച്ച് മാസം 29-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമേ റിലീസ് ചെയ്യുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. ചിലപ്പോൾ ഈ സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷനും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. രവീണ ടണ്ടൻ പ്രധാന വേഷം കൈകാര്യം സിനിമയായിരുന്നു. പാട്ന ശുക്ല എന്ന് പറഞ്ഞ സിനിമ. Disney+ Hotstar വഴി ഒരു സിനിമ 29-ാം തീയതി മാർച്ച് മാസം 29-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ലാംഗ്വേജിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് തമിഴ് എന്നുള്ള സിനിമയാണ്. ദ ബർത്ത് മാർക്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിംപ്ലി സൗത്ത് വഴി ഒരു സിനിമ മാർച്ച് മാസം 29-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. തമിഴ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അടുത്തൊരു സീരീസാണ്, ഒരു തമിഴ് സീരീസാണ്. ഇൻസ്പെക്ടർ ഋഷി എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. Amazon Prime വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിലുള്ള സീരീസാണ്. മാർച്ച് മാസം 29-ാം തീയതി തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്നതാണ് ഈ ഒരു സിനിമ Amazon Primeൽ. ഓക്കെ, അപ്പോൾ അടുത്തത് ലാൽ സലാം എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമയുടെ ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. 29-ാം തീയതി മാർച്ച് മാസം 29-ാം തീയതി നെറ്റ്ഫ്ലിക്സിൽ വഴി അതുപോലെ തന്നെ സൺനെക്സ്റ്റ് ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമുകളായിട്ടാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതാണ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു ആദ്യം പറഞ്ഞതെങ്കിൽ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് കൂടാതെ സൺനെക്സ്റ്റിലും ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുക എന്നുള്ള അപ്ഡേറ്റ് ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പ്രേമലു എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമ 29-ാം തീയതി റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. OTT റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകളൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അന്ന് വരാൻ കൂടുതൽ ചാൻസ് ഇല്ല. Disney+ Hotstar ആണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സിനിമയുടെ ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ മാസം 5-ാം തീയതിയോ അല്ലെങ്കിൽ 12-ാം തീയതിയാണ്. പെരുന്നാൾ വിഷു സ്പെഷ്യലായിട്ട് റിലീസ് ചെയ്യാനാണ് ഈ ഒരു സിനിമ ചാൻസ് കൂടുതൽ. ഇതെല്ലാം നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തത് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയാണ്. ഇപ്പോൾ പ്രേമലയുടെ കൂടെ തന്നെ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. 200 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി വൻ വിജയം കരസ്ഥമാക്കിയ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ. ഈ സിനിമയുടെ OTT Disney+ Hotstar ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. പ്രേമലു എന്ന സിനിമ Disney+ Hotstar റിലീസ് ചെയ്തതിന് ശേഷം ഈ ഒരു സിനിമ Disney+ Hotstar വഴി റിലീസ് ചെയ്യുന്നതാണ്. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ ഏപ്രിൽ മാസം ലാസ്റ്റ് വീക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.